ദൈവങ്ങളുടെ രക്തത്തിൽ നിന്ന് ജനിച്ച് എല്ലാ സത്യവും കാണുന്ന കണ്ണുകളാൽ അനുഗ്രഹിക്കപ്പെട്ട ചക്രയിൽ ആദ്യമായി പ്രാവീണ്യം നേടിയ വിധിയെ ധിക്കരിച്ചതുമായ ആദ്യത്തെ വ്യക്തി. ഇദ്ദേഹം കേവലം ഒരു ഇതിഹാസമല്ല, അദ്ദേഹം ഒരു ഉത്ഭവം തന്നെയാണ്. അധികാരത്തിലൂടെ സമാധാനവും നിയന്ത്രണത്തിലൂടെ ക്രമവും ഏകാന്തതയിലൂടെ പൂർണ്ണതയും അവൻ നേടി. എന്നാൽ സ്വർഗം തേടി അവൻ ഇരുട്ടിലേക്കാണ് വീണത്. സ്നേഹത്തിന് പകരം ശക്തി തിരഞ്ഞെടുത്ത ദൈവമാണവൻ. ഷിനോബി വേൾഡിനു മുമ്പ് പിതാവിനെ ധിക്കരിച്ച സഹസ്രാബ്ദങ്ങളായി പ്രതിധ്വനിക്കുന്ന ഒരു ശാപവംശത്തിന് ജന്മം നൽകിയ മകനാണവൻ. അവന്റെ കണ്ണുകളിൽ സിന്ദൂരം ജ്വലിച്ചപ്പോൾ ഹൃദയത്തിൽ തിരമാലകളാണ് അടിച്ചിറങ്ങിയത്. വെറുപ്പിന്റെ മൂർധന്യാവസ്ഥയിൽ അയാൾ കെട്ടിച്ചമിച്ച ഷാരിങ് ഖാനിലൂടെ മാംഗെക്യോ അവേക്കണായപ്പോൾ അദ്ദേഹത്തെ എല്ലാവരും വിളിച്ചത് ദ ഒറിജിനൽ ഉച്ചിഹ എന്നാണ്. സാക്ഷാൽ ദിവ്യപ്രകാശത്തിൽ ജനിച്ച സൺ ഓഫ് സിക്സ് പാത്തിന്റെ മകനായിട്ടുള്ള ഇന്ദ്ര ഔട്സുക്കി. ഓക്കെ ഫൈൻ, ഇന്ദ്ര ഔട്സുക്കി. നമ്മൾ ഇന്ന് ഇന്ദ്ര ഔട്സുക്കിയുടെ അൾട്ടിമേറ്റ് എക്സ്റ്റെൻഡഡ് കംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ ആണ് നോക്കുവാൻ പോകുന്നത്. നാറൂട്ടോ എന്ന് പറയുന്ന ബ്രഹ്മാണ്ഡ സീരീസിൽ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. എന്നാൽ ചില ക്യാരക്ടേഴ്സ് കുറച്ചു മാത്രം സ്ക്രീനിൽ പ്രസൻസ് ആവുകയുള്ളൂ. എന്നാൽ അവരുടെ പ്രസൻസ് എൻറ്റയർ സീരീസിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അത്തരമൊരു ഒന്നൊന്നര ക്യാരക്ടറാണ് ഇന്ദ്ര ഔട്സുക്കി. സോ അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡ് എങ്ങനെയാണെന്നും അദ്ദേഹത്തിന് എങ്ങനെയാണ് മാംഗെക്യോ അല്ലെങ്കിൽ ഷരിങ്കൻ, അതേ തുടർന്ന് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ലെഗസി വന്നതെന്നും റീഇൻകാർണേഷൻ സിംബോളിസം എന്തൊക്കെയാണെന്നും, തുടർന്ന് അദ്ദേഹത്തിൻ്റെ അനിയനായിട്ടുള്ള അഷുറ ഔട്സുക്കി ആയിട്ട് എങ്ങനെയാണ് അടി കോലാഹലമൊക്കെ ഉണ്ടായി സെഞ്ചു ഉച്ചിഹ വംശത്തിന് ജന്മം നൽകിയെന്നുമൊക്കെ അടങ്ങുന്ന ഒരു സമ്മറൈസ്ഡ് വേർഷൻ ആയിരിക്കും നമ്മൾ പറയുവാൻ പോകുന്നത്. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, ഒറിജിൻ ഓഫ് ഇന്ദ്ര ഔട്സുക്കി. ഇന്ദ്ര ഔട്സുക്കിയെ പറ്റി പറയുകയാണെങ്കിൽ കാഗുയ ഔട്സുക്കി, അതായത് ഗോഡ്ലി ക്ലാൻ ആയിട്ടുള്ള ഔട്സുക്കി വംശത്തിലെ മദർ ഓഫ് ഹാഗ്രോമ ഔട്സുക്കി, അതായത് സെയ്ജ് ഓഫ് സിക്സ് പാത്തിന്റെ അമ്മയായിട്ടുള്ള കാഗുയയുടെ കൊച്ചുമോൻ അല്ലെങ്കിൽ ഹാഗ്രോമ ഔട്സുക്കിയുടെ മൂത്ത മകനാണ് ഇന്ദ്ര ഔട്സുക്കി. സോ ഒന്ന് ലീനിയേജ് എടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം ലെജൻഡറി ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ കാഗുയയും പിന്നെ ഈ പറയുന്ന ഹാഗ്രോമ ഔട്സുക്കിയും. എന്തിനേറെ പറയുന്നു സെയ്ജ് ഓഫ് സിക്സ് പാത്ത്. സോ സെയ്ജ് ഓഫ് സിക്സ് പാത്തിന്റെ മൂത്ത മകനാണ് ഇന്ദ്ര ഔട്സുക്കി. രണ്ടാമത്തെ മകനാണ് ആഷുറ ഔട്സുക്കി. നാറൂട്ടോ ഡേറ്റ ബുക്ക് അനുസരിച്ച് ഇന്ദ്രയ്ക്ക് ജന്മന പോസസ് ആയത് ഇൻ ആസ്പെക്ട് ഓഫ് ചക്രയാണ്, അതായത് ഇന്റലിജൻസ്, ഇൻസൈറ്റ്, സ്പിരിച്വൽ പവർ. ഇദ്ദേഹത്തെയാണ് ഫസ്റ്റ് ഗോഡ് ലൈക്ക് ഷിനോബി എന്ന് നാറൂട്ടോ ഡേറ്റ ബുക്ക് വിളിക്കുന്നത് ഹ്യൂമാനിറ്റിയിൽ കേട്ടോ. ഇനി അദ്ദേഹത്തിന്റെ യങ്ങർ ബ്രദർ ആഷുറ ഔട്സുക്കി. ആഷുറയെ പറ്റി നമ്മൾ കംപ്ലീറ്റ്ലി ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്, ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. ജന്മാന്തരമായിട്ടുള്ള ഒരു സ്പെഷ്യൽ പവറും അഷുറയ്ക്ക് കിട്ടിയിരുന്നില്ല എന്ന് നാറൂട്ടോ ബുക്ക് പറയുന്നു. അതായത് ഫിസിക്കലി വീക്കറാണ് ബട്ട് ബ്ലെസ്ഡ് വിത്ത് ഇമ്മൻസ് യാങ് ചക്ര. യെസ്, ഇനി നമുക്ക് ഇന്ദ്രയുടെ ചൈൽഡ്ഹുഡ് എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. ദ ചൈൽഡ് ഹു അണ്ടർസ്റ്റുഡ് എവ്രിതിങ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഒറ്റ വാക്കിൽ ഇന്ദ്രയെ പറ്റി പറയാം. ഇന്ദ്രയുടെ ചൈൽഡ്ഹുഡിൽ ബാക്കിയുള്ള എല്ലാ ആൾക്കാരിലും വെച്ച് ഫാർ ബിയോണ്ട് ആയിരുന്നു ഇന്ദ്ര. ഹാഗറോമ തന്നെ അത് നറേറ്റ് ചെയ്യുന്നതെന്ന് ഓർക്കുമ്പോൾ രോമാഞ്ചമാണ് വരുന്നത്. അതായത് സെയ്ജ് ഓഫ് സിക്സ് പാത്ത് ആണല്ലോ നിൻഷു കണ്ടുപിടിച്ചത്. ഈ ഒരു നിൻഷുവിൻ്റെ കംപ്ലീറ്റ് ഫിലോസഫിയും, അതായത് ചക്ര എങ്ങനെ ഹാർട്സുമായിട്ട് കണക്ട് ചെയ്യുന്നതിനെ പറ്റി ഏറ്റവും ഫാസ്റ്റായിട്ട് പഠിച്ചത് ഏതൊരു ഡിസൈപ്പിൾ എടുത്ത് നോക്കിയാലും ഹാഗറോമയുടെ ഈ പറഞ്ഞ മൂത്ത മകനായിട്ടുള്ള ഇന്ദ്ര ഔട്സുക്കിയാണ്. അതായത് അദ്ദേഹത്തിന് സെൻസ് ചെയ്യാൻ പറ്റും ചക്ര നാച്ചുറലായിട്ട്, എനർജി ഫ്ലോ കൺട്രോൾ ചെയ്യാൻ പറ്റും അദ്ദേഹത്തിലും അദ്ദേഹം കാംക്ഷിക്കുന്ന ആരിലും. അതേപോലെ തന്നെ കുറേ ടെക്നിക്സ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ചക്രനെ മാനിപ്പുലേറ്റ് ചെയ്ത് ഷേപ്സും എലമെൻറ്റും ഒക്കെ ആക്കിയിട്ട് അതൊരു നിഞ്ചിത്സു തരത്തിലേക്ക് എത്തിച്ച ഏറ്റവും ആദ്യത്തെ വ്യക്തി ഇന്ദ്ര ഔട്സുക്കിയാണ്. അതായത് അച്ഛനായ ഹാഗറോമോ കണ്ടുപിടിച്ചത് നിൻഷു എന്ന് പറയുന്ന ആ ഒരു ചക്ര ഫ്ലോ എനർജി ആണെങ്കിൽ അത് നിഞ്ചുത്സു ആക്കി മാറ്റിയെടുത്തത് നമ്മുടെ ഇന്ദ്ര ഔട്സുക്കി തന്നെയാണ്. ഇന്ദ്ര ഔട്സുക്കി ഒരു സോളോ ആയിരുന്നു, അല്ലെങ്കിൽ എന്നാ പറയുന്ന ഒരു ലോൺ വൂൾഫ് ആയിരുന്നു. എല്ലാം തന്നെ ചെയ്യണം, ഒറ്റയ്ക്കായിരിക്കണം എല്ലാം ചെയ്യുമെന്ന് പറയുന്ന ഒരു പ്രാകൃതമുള്ള ഒരു മനുഷ്യനായിരുന്നു. ഇത് തന്നെയാണ് ഇന്ദ്രനെയും അഷുറേനെയും ഡിവൈഡ് ചെയ്യുന്ന മെയിൻ ഡിഫറൻസ്. അതായത് ഇന്ദ്ര പവർ ഈസ് സ്ട്രെങ്ത് ബോൺ ഫ്രം സെൽഫ് എന്ന് പറയുന്ന മോട്ടീവ് ആയിരുന്നെങ്കിൽ അഷുറ
ട്രൂ സ്ട്രെങ്ത് ഈസ് ബോൺ ത്രൂ ലവ് ആൻഡ് കോപ്പറേഷൻ എന്നായിരുന്നു. എല്ലാവരും കൂടെ കൂടിയിരുന്ന് ആലോചിച്ച് അങ്ങനെ സ്നേഹത്തോടും ഐക്യത്തോടും ഒരു പവർ ഉണ്ടാക്കിയെടുക്കാം. നേരെ മറിച്ച് ഇന്ദ്ര ഒറ്റയ്ക്കാണ് പവർ വേണ്ടത്, അത് ഒറ്റ ഒരാൾ തന്നെ കണ്ടുപിടിക്കും എന്നുള്ള ഒരു മൈൻഡിൽ തന്നെയായിരുന്നു. ഈ ഒരു മെന്റാലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഇന്ദ്രയ്ക്ക് ലോട്ട്സ് ഓഫ് ഫാൻസ് ഉണ്ട്. അതായത് ഇദ്ദേഹത്തിനെ ഈ ഒരു ഐസൊലേഷൻ ഭയങ്കര കോൾഡാക്കിയും ലോജിക്കലാക്കിയും ബാക്കിയുള്ള ആൾക്കാരിൽ നിന്ന് ഇമോഷനെ തന്നെ ഡിറ്റാച്ച്ഡ് ആക്കി മാറ്റുകയും ചെയ്തെങ്കിൽ കൂടി ഇദ്ദേഹം ടോപ്പ് നോച്ച് വാരിയർ തന്നെയായിരുന്നു. ഈ ഒരു ഒറ്റപ്പെടൽ കൊണ്ടാണ് അദ്ദേഹം പവറിന് മാത്രമേ ബാക്കിയുള്ളവരെ എൻഫോഴ്സ് ചെയ്യിപ്പിച്ച് പീസിലേക്ക് എത്താമെന്നുള്ള ആ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയത്. ഇതേ തുടർന്ന് അദ്ദേഹത്തിൻ്റെ കമ്പാനിയൻ മരിച്ചപ്പോഴാണ് ആദ്യമായിട്ട് ഇന്ദ്രയുടെ ഇമോഷൻസ് ഷാർട്ടേഡ് ആയത്, അല്ലെങ്കിൽ ഷരിങ്കാന് ജന്മം നൽകിയത്. ഈ ഒരു ഇൻ ചക്രയാണ് ആദ്യത്തെ വേൾഡ് ഫസ്റ്റ് വിഷ്വൽ കെക്കെ ഗൻകൈ ആയിട്ടുള്ള ഷരിങ്കനിന് ജന്മം നൽകിയത്. ഇപ്പോൾ നിങ്ങൾ ഓർക്കും സേജ് ഓഫ് സിക്സ് പാത്ത്. നോ, സേജ് ഓഫ് സിക്സ് പാത്തിനുണ്ടായിരുന്ന ഷരിങ്കൻ അല്ല. അതറിയാവുന്നവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂ. പിന്നെ കാലാന്തരത്തിൽ അദ്ദേഹം ഷരിങ്കൻ ഇവോൾവ് ചെയ്ത് മങ്കിക്യൂ ഷരിങ്കനൊക്കെയായി. ഇതെല്ലാം നമ്മൾ ഷരിങ്കനും മാങ്കിക്യൂ ഷരിങ്കൻ്റെ വീഡിയോയിൽ കവറപ്പ് ചെയ്തുകൊണ്ടാണ് ഷരിങ്കൻ്റെ ഒന്നും പവേഴ്സ് ആൻഡ് എബിലിറ്റീസ് സ്പെഷ്യലി നമ്മളെടുത്ത് പറയാത്തത്. സോ അത് നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക. സോ ഇതേ തുടർന്ന്, അതായത് മാങ്കിക്യൂ ഷരിങ്കനും നമ്മുടെ ഇന്ദ്ര ഒറ്റ്സുസുക്കി അവൈക്കൺ ചെയ്തപ്പോഴാണ് ഇന്ദ്ര സുസാനോ സമ്മൺ ചെയ്യുവാൻ തുടങ്ങിയത്. അതെ, ദ അൾട്ടിമേറ്റ് മാനിഫെസ്റ്റേഷൻ ഓഫ് ഓക്കുലാർ ചക്ര അല്ലെങ്കിൽ ഡൊജുത്സു. ഇതെന്ന് പറയുന്നത് ഒരു ടൈറ്റാനിക് അവതാറാണ്. സുസാനെ പറ്റി നമ്മൾ കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് അനാലിസിസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ കാണുക. സോ അദ്ദേഹത്തിൻ്റെ നെക്സ്റ്റ് ഫേസ് ഓഫ് ലൈഫിലേക്ക് കടക്കുമ്പോഴാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ നിൻഷു നിൻജിത്സു ആക്കി മാറ്റുന്നത്. അതായത് ഹാഗറോമ കണ്ടെത്തിയത് ബാക്കിയുള്ള ആൾക്കാരെ കണക്ട് ചെയ്യാനായിരുന്നു ചക്ര യൂസ് ചെയ്യണമെന്ന് വെച്ച് നിൻഷു കണ്ടുപിടിച്ചതെങ്കിൽ അദ്ദേഹം ഇതിനെ വേറൊരു രീതിയിലാണ് കണ്ടത്. ചക്രനെ ഒരു വെപ്പണാക്കി കണ്ടു. അതേ തുടർന്ന് അദ്ദേഹം നിൻഷു ഫൗണ്ടേഷനെ ആ ഒരു രീതിയിൽ നിന്ന് മാറ്റി നിൻജിത്സു എന്ന് പറയുന്ന ആ ഒരു ഡിഫെൻസീവ് ആൻഡ് ഓഫെൻസീവ് ടെക്നിക്കാക്കി മാറ്റി. ഇതേ തുടർന്ന് ഇന്ദ്ര ഒറ്റ്സുസുക്കി ഒരു നാമം ലഭിച്ചു, ഫൗണ്ടർ ഓഫ് നിൻജിത്സു, അല്ലെങ്കിൽ ദ ആൻസെസ്റ്റർ ഓഫ് എവറി ഷിനോബി ടെക്നിക് ദാറ്റ് വുഡ് എവർ എക്സിസ്റ്റ്. സോ ഇത് കഴിഞ്ഞാണ് നെക്സ്റ്റ് ഫേസ് ഓഫ് ഇന്ദ്രയുടെ ലൈഫ് വരുന്നത്. അതായത് ഇന്ദ്ര വേഴ്സസ് അഷുറ കോൺഫ്ലിക്റ്റ്. യെസ്, ചേട്ടനും അനിയനും തമ്മിലുള്ള വലിയ അടി. ഇതിൻ്റെ ഒരു സമ്മറൈസ്ഡ് വേർഷൻ പറയുകയാണെങ്കിൽ ഹാഗറോമയ്ക്ക് ഏകദേശം വാർദ്ധക്യമേറി വരികയാണ്. അദ്ദേഹത്തിൻ്റെ പിൻഗാമിയെ കണ്ടുപിടിക്കേണ്ട സമയമായിരിക്കുന്നു. അദ്ദേഹം പൂർണ്ണമായും വിചാരിച്ചിരുന്നത് താൻ കണ്ടുപിടിച്ച നിൻഷു കറക്റ്റായിട്ട് ആൾക്കാരിലേക്കും മനുഷ്യകുലത്തിലേക്കും എത്തിക്കുന്ന ഒരാളെയായിരുന്നു പിൻഗാമിയായി സെലക്ട് ചെയ്യേണ്ടത്. അതായത് നിൻഷുവിൻ്റെ ട്രൂ പർപ്പസ്. സോ ഇതുകൊണ്ട് തന്നെ ഒരു ശക്തനായ ഒരുത്തനെ തന്നെയായിരിക്കും പിൻഗാമി എന്ന് എല്ലാവരും തന്നെ വിശ്വസിച്ചു. ബാക്കിയുള്ള എല്ലാ കമ്പാനിയൻസും വിശ്വസിച്ചത് ഇന്ദ്ര ഒറ്റ്സുസുക്കി ആയിരിക്കും ഹാഗറോമയുടെ അടുത്ത പിൻഗാമിയെന്ന്. എന്നാൽ ഹാഗറോമോ ഇന്ദ്രയുടെ ഉള്ളിലെ ആ ഒരു ഡാർക്ക്നെസ് കണ്ടു. അദ്ദേഹത്തിന് പവറിനോടും കൺട്രോളിനോടുമുള്ള ഒബ്സഷൻ ഹാഗറോമോ തിരിച്ചറിഞ്ഞ് അദ്ദേഹം തൻ്റെ പിൻഗാമിയായിട്ട് അഷുറേനെ ചൂസ് ചെയ്തു. സോ ഇതിൽ അദ്ദേഹം കംപ്ലീറ്റ്ലി കൊളാപ്സ് ആയിപ്പോയി. അതായത് താൻ അഡ്മയർ ചെയ്ത ഏറ്റവും ശക്തനായ ഒരു മനുഷ്യൻ തന്നെ മാറ്റി വേറെ ഒരാളെ, തൻ്റെ അനിയനെ പിൻഗാമിയാക്കി നിയമിച്ചു. ഇതേ തുടർന്ന് ഇന്ദ്രയുടെ ആ ഒരു ഹെയ്റ്റ് മൂർധന്യാവസ്ഥയിൽ എത്തുകയും അദ്ദേഹം സുസാനോയും അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള ആർമിയും അദ്ദേഹത്തിൻ്റെ ഐഡിയോളജി പിന്തുടരുന്നവരുമായിട്ട് അഷുറേനെ അറ്റാക്ക് ചെയ്യാനും പോയി. അഷുര ആ ഒരു ടൈമിലേക്ക് എല്ലാവരുടെയും കോപ്പറേഷനും ലവും വെച്ചിട്ട് ഇന്ദ്രനെ ഡിഫീറ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ഹേറ്റ്രഡും പ്രൈഡും പിന്നീട് ചക്രരൂപേണ ആകുകയും കാലാന്ത്യം വരെ അത് റീഇൻകാർണേറ്റ് ആയി ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇതുതന്നെയാണ് അഷുറയുടെ കേസിലും സംഭവിക്കുന്നത്. അവരുടെ ആ ഒരു റീഇൻകാർണേഷൻ ആയിട്ടുള്ള രണ്ട് ജനറേഷനിലെ ആൾക്കാരെ നമുക്ക് നിലവിൽ അറിയത്തുള്ളൂ. ഒന്ന് ഹാഷുറാമ സെഞ്ചുവും മാദര ഉച്ചിഹയും, 2 നറൂട്ടോ ഉസുമാക്കിയും സാസ്കെ ഉച്ചിഹയും. നിങ്ങൾക്ക് മനസ്സിലായി കാണും, വാറിംഗ് സ്റ്റേറ്റ്സ് എറയിലെ മാദരയും ഹാഷുറേമയും, ഷിനോബി എറയിലെ സാസ്കയും നറൂട്ടോയും. ഈ ഒരു എൻലെസ് സൈക്കിള് വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇന്റലിജൻസ് രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇന്ദ്ര നിയർ സൂപ്പർ ഹ്യൂമൻ തന്നെയാണ്. ഏതൊരു ടെക്നിക്കും ഇൻസ്റ്റന്റ്ലി അദ്ദേഹത്തിന് മാസ്റ്റർ ചെയ്യുവാൻ സാധിക്കും. കോമ്പാറ്റ് സ്കില്ല് നോക്കുകയാണെങ്കിൽ അൺമാച്ച്ഡ് ആയിട്ടുള്ള പ്രിസിഷനും ടാക്ടിക്കൽ അവയർനെസ്സും ഇദ്ദേഹത്തിനുണ്ട്. ഇനി ചക്ര ഡെൻസിറ്റി നോക്കുകയാണെങ്കിൽ ഡിവൈൻ ലെവൽ തന്നെയാണ്. ഹാഗ്രോമോ ഹിംസെൽഫ് വേണമെങ്കിൽ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ചക്ര ഡെൻസിറ്റിയാണ് ഇന്ദ്രയ്ക്ക് ഉള്ളത്. ഇനി വെപ്പണറി നോക്കുകയാണെങ്കിൽ ചക്ര ബ്ലേഡ്സും ആരോസും ഒക്കെ ആയിരുന്നു അദ്ദേഹം നറൂട്ടോ ഡേറ്റ ബുക്ക് അനുസരിച്ചും സീരീസ് അനുസരിച്ചും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എലമെന്റൽ അഫിനിറ്റി നോക്കുകയാണെങ്കിൽ ലൈറ്റ്നിങ്ങും ഫയർ റിലീസും ആയിരുന്നു അദ്ദേഹം മാസ്റ്റർ ആയിട്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആവണം മിക്ക ഉച്ചിഹാസിൻ്റെയും ഏറ്റവും ഫേമസ് ആയിട്ടുള്ള എലമെന്റൽ റിലീസ് ഇതൊക്കെ തന്നെയാണ്. ഇനി ഡ്യൂറബിലിറ്റി നോക്കുകയാണെങ്കിൽ സുസാനോയും ഡിവൈൻ ചക്ര റിസർവും ഒക്കെ അന്യായ രീതിയിൽ എൻഹാൻസ് ചെയ്തുകൊണ്ട് തന്നെ ഡ്യൂറബിളായി നിൽക്കുവാൻ ഇദ്ദേഹത്തിന് സാധിക്കും.
സോ പറയത്തക്ക വീക്ക്നെസ് ഇദ്ദേഹത്തിന് ഒന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇദ്ദേഹത്തിന്റെ ഹൃദയം. അതായത് പ്രൈഡും ഇമോഷണൽ ഐസൊലേഷനും കൊണ്ട് അദ്ദേഹം ഹൃദയത്തിൽ മടുപ്പ് തോന്നിയിട്ടാണ് ആത്മാവിൽ ദരിദ്രനായിട്ടാണ് ഇദ്ദേഹം മരിക്കുന്നത്. കിഷിമോട്ടോ നമ്മുടെ ഈ ഇന്ദ്രനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഹ്യൂമൻ ഫ്ലോ ഓഫ് പെർഫെക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്താണ്. അതായത് ഏറ്റവും മൂർധന്യാവസ്ഥയിൽ, അതായത് ദൈവത്തിനെ പോലെ തന്നെ ആവണമെന്നുള്ള മനുഷ്യന്റെ ചിന്തയെയാണ് ഇന്ദ്രനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് കാണിക്കുന്നത്. ഒരു തരത്തിൽ അദ്ദേഹം അതിൽ അച്ചീവ് ചെയ്തു എന്ന് തന്നെ പറയാം. ഒരു തരത്തിൽ ദ ഗോഡ് ഹു ലോസ്റ്റ് ഹിസ് ഹ്യൂമാനിറ്റി എന്ന് വേണം ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ. ഇനി ഇദ്ദേഹത്തിന്റെ ലെഗസി നോക്കുകയാണെങ്കിൽ ദ ലെജൻഡറി ആയിട്ടുള്ള ഉച്ചിഹ ക്ലാൻ, ഇന്ദ്രയുടെ ഡയറക്റ്റ് ഡിസെൻഡൻസ് ആണ് ഉച്ചിഹ ക്ലാനിലുള്ളത്. ഉച്ചിഹ ക്ലാനിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഷാരിങ്കാനും അദ്ദേഹത്തിന്റെ എൻചക്രയും ഇമോഷണൽ വൊലാലിറ്റിയും അദ്ദേഹത്തിന്റെ പവറിനോടുള്ള ആ ഒരു ആർത്തിയും എല്ലാം കിട്ടിയിരിക്കുന്ന ഉച്ചിഹയ്ക്കാണ്. നേരെ മറിച്ച് അസുരയുടെ ആ ഒരു ഡിസെൻഡൻസ് ആയിട്ടാണ് ഉസുമാക്കി ക്ലാനിനെയും നമ്മുടെ സെഞ്ചു ക്ലാനിനെയും കാണുന്നത്. സോ ഇനി ഫൈനലി നമ്മുടെ രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു സെന്റൻസ് അദ്ദേഹത്തെ പറ്റി, ഹി വാസ് ബോൺ എ ഗോഡ് ബട്ട് ഡൈഡ് ആസ് എ മാൻ എന്ന് വേണമെങ്കിൽ പറയാം. ബ്രോക്കൺ ബൈ ദ ലവ് ഹി കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ്. സോ ഇത്രയൊക്കെയാണ് നമുക്ക് നിലവിൽ ഇന്ദ്ര ഓട്സുസുക്കിയെ പറ്റി ഡേറ്റ ബുക്കിലും ബ്രൗസ് ചെയ്ത സോഴ്സുകളിൽ നിന്നും എല്ലാം ലഭിച്ചത്. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയാമെങ്കിൽ ജസ്റ്റ് കമന്റ് ഡൗൺ ബിലോ. അടുത്തൊരു നാറൂട്ടോ റിലേറ്റഡ് ക്യാരക്ടേഴ്സും ഇത് കൂടാതെ നമ്മൾ നാറൂട്ടോ ഡെത്ത് ഇതുവരെ ചെയ്തിട്ടുള്ളൂ. ഡിമൺ സ്ലെയർ, വൺ പീസ്, ബ്ലീച്ച് അതുപോലെയുള്ള ലെജൻഡറി സീരീസുമായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. ടാറ്റ ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ. ടാറ്റ ഗൈസ്. I told you long ago on the road, I got what they waiting for.